നമ്പർ 8 ഗൈഡ് ലൈനിൽ വളരെ സന്തോഷം തോന്നി ഇത് വായിച്ചപ്പോൾ എനിക്ക്. കാരണം ഞാനൊരു 20 വർഷക്കാലഘട്ടമായി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി അടുത്തിടപഴകുന്ന ഒരാളാണ്. അപ്പോൾ ഏതാണ്ട് 8ാമത്തെ ക്ലോസിൽ പറഞ്ഞിട്ടുള്ളത് എവറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഷാൾ എസ്റ്റാബ്ലിഷ് റോബസ്റ്റ് and confidential accessible mechanism of reporting on such mental health problems. ഒരു പരാതിപ്പെട്ടി സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഉണ്ടാകണമെന്ന് നിബന്ധനയുണ്ട്. ഇതുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാനുള്ള സിസ്റ്റം എവിടെ നമുക്കുണ്ടോ? ഒരു പ്രിൻസിപ്പളിൻ്റെ റൂമിൻ്റെ ഏതെങ്കിലും മൂലയ്ക്കോ ഒരു സ്റ്റോർ റൂമിൻ്റെ ഏതെങ്കിലും മൂലയ്ക്കോ മെജോറിറ്റി സ്കൂളുകളുടെയും പരാതിപ്പെട്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട്. മൈനോറിറ്റി സ്കൂളുകൾ അല്ലാത്തതുണ്ട് എന്നുകൂടെ ചേർക്കുന്നു. അപ്പോൾ കൃത്യമായി ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഹറാസ്മെൻറ്റ്, റാഗിങ്, ബുള്ളിയിങ്, കാസ്റ്റ്, കളർ, ക്രീഡ്, ജെൻഡർ, ഫിനാൻഷ്യൽ എത്നിസിറ്റി തുടങ്ങിയ സംവിധാനങ്ങളെക്കുറിച്ച്, ഓറിയൻറ്റേഷൻ, ഡിസബിലിറ്റി, റിലീജിയൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ടും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ ഇൻറ്റേർണൽ ക്വാളിറ്റി കമ്മിറ്റി ഉണ്ടായിരിക്കുകയും ആ കമ്മിറ്റിക്ക് നിർബന്ധമായി റിപ്പോർട്ട് ചെയ്യുകയും ആ കമ്മിറ്റിയിൽ ഉണ്ടാകേണ്ട ആളുകൾ കൃത്യമായിട്ട് ഉണ്ടാകണമെന്നുള്ളതും നിർബന്ധമായിരിക്കുകയാണ്. ഇങ്ങനൊരു വിവരം അറിഞ്ഞാൽ, എനിക്കൊരുപാട് കുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ടീച്ചറോട് എൻ്റെ സങ്കടം പറഞ്ഞാൽ ആ ടീച്ചർ സ്റ്റാഫ് റൂമിൽ പറഞ്ഞ് എല്ലാവരും അറിഞ്ഞു, ഇനി എനിക്ക് സ്കൂളിൽ പോകാൻ കഴിയില്ല. എൻ്റെ ഒരു പ്രശ്നം എൻ്റെ അമ്മ എൻ്റെ ഒരു ടീച്ചറോട് പറഞ്ഞാൽ ഒരു ടീച്ചറെങ്കിലും അത് ലീക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ളവരുടെ അടുത്തേക്ക്, മെൻ്റൽ ഹെൽത്ത് സ്പെഷ്യലിസ്റ്റുകളുടെ അടുത്തേക്ക്, അല്ലെങ്കിൽ നിസ്സാരക്കാരായ ഞങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വരുന്നതിന് നാടും വീടും കണ്ടാൽ എന്തു തോന്നുമെന്ന് തോന്നിക്കുന്ന ഇഷ്യൂ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമ്മളുടെ ദിശയിലേക്ക് എനിക്ക് വന്നൊരു ക്ലയൻറ്റിനെ ഞാൻ ജനറൽ ഹോസ്പിറ്റലിലെ ദിശയിലേക്ക് റെഫർ ചെയ്തിരുന്നു. ഇറ്റ് ഈസ് എ സൈക്യാട്രി. ബട്ട് എനിക്ക് വളരെ ബഹുമാനം തോന്നിയത്, എനിക്കത് ആരാണെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ പേര് പറയുന്നില്ല, പക്ഷേ എനിക്ക് ആ മാഡത്തിനോട് വളരെ ബഹുമാനം തോന്നി. ഞാൻ കഴിഞ്ഞ ആഴ്ച ആ ക്ലയൻറ്റിനെ എൻ്റെ റിവ്യൂ കോളായിട്ട് വിളിച്ചപ്പോൾ പറഞ്ഞത്, ഇത്രയും ഞങ്ങളെ വിളിച്ച് സംസാരിക്കുകയും ഞങ്ങളെ നിരന്തരമായി ഞങ്ങളോട് ചോദിക്കുകയും ഒരു പരിരക്ഷയും കൂടാതെ സൈക്യാട്രിക് മെഡിസിൻസ് എഴുതി മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് ഇത്രയും പരിഗണന നൽകുന്ന ദിശയിലെ കൗൺസിലർ, ജനറൽ ഹോസ്പിറ്റൽ, തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലെ ദിശയിലെ കൗൺസിലർ മാഡത്തിനോട് ഈ വീഡിയോ ഒന്നും നിങ്ങൾ കേൾക്കാനോ കാണാനോ സാധ്യതയില്ല. നിങ്ങളെല്ലാവരും വളരെ തിരക്കിട്ട ജോലിയിലായിരിക്കും. പക്ഷേ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നിയത്, ഞങ്ങളുടെ ക്ലയൻറ്റ് ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾക്ക് ദൈവത്തെ പോലെ തോന്നുന്നു, അത്രയും മികച്ച സംവിധാനങ്ങൾ ഈ നാട്ടിലുണ്ട്, ഈ നാട്ടിലുള്ള ഈ സംവിധാനങ്ങളെ കൃത്യമായി ഉപയോഗിക്കുക. ഗവൺമെൻറ് സ്കൂളാണ് എന്നാൽ പോക്കാണ്, CBSE സ്കൂളാണ് എന്നാൽ നല്ലതാണ്, ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് ഒരു കുട്ടി ഷോക്കടിച്ച് മരിച്ചാൽ വലിയ വാർത്തയാകുന്നു, മറ്റു സ്ഥലങ്ങളിലേക്കും സ്കൂളുകളിലേക്കും ഒരു കുട്ടി ചാടി മരിച്ചാൽ വാർത്ത വരുന്നില്ല. അങ്ങനെയല്ല. ഞാൻ ഈ CBSE സ്കൂളുകളിൽ ജോലി ചെയ്തിട്ടാണ് ജീവിക്കുന്ന ഒരാളാണ്. പക്ഷെ തികച്ചും ശക്തമായി പറയട്ടെ, ഏത് സ്കൂള് എന്ത് എന്നല്ല, ആ സ്കൂളിൻ്റെ സിസ്റ്റം ഫെയിലുവർ ആണെങ്കിൽ അത് ഫെയിലുവർ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിൽ +1 +2 സൈക്കോളജി ബാച്ച് വന്നിട്ടുണ്ടെങ്കിൽ +2 സൈക്കോളജി ടീച്ചർ തന്നെ കൗൺസിൽ എടുക്കണം. നമുക്ക് കൗൺസിലിംഗ് എന്നൊരു പോസ്റ്റ് മതി. നമ്മുടെ കുട്ടികൾ കൗൺസിലിംഗ് എടുക്കുന്നുണ്ടോ, അവർ ഹാപ്പിയാണോ, അവർക്ക് സങ്കടങ്ങളുണ്ടോ, അവരെ ആരെങ്കിലും ബുള്ളി ചെയ്യുന്നുണ്ടോ എന്ന് നമ്മുടെ സബ്ജക്റ്റേ അല്ല. നമ്മുടെ സബ്ജക്റ്റ് കൗൺസിലറുണ്ട്. കൗൺസിലർക്ക് എങ്ങനെ പോയാലും 27 പീരീഡ് ഒരാഴ്ചയിൽ പഠിപ്പിക്കാൻ ഇടുകയും ചെയ്യും, നമ്മളിടും. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയുടെ വർക്ക് വരും. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കുട്ടി കൗൺസിലിംഗ് ആവശ്യപ്പെട്ടാൽ കൊടുക്കുന്ന ഒരാളാണ് കൗൺസിലറായി മാറുന്നത്. മനോദർപ്പൺ എന്ന കൃത്യമായ ഹാൻഡ് ബുക്കിൽ, ആ പ്രോജക്റ്റിൽ വളരെ വ്യക്തമായി തന്നെ CBSEയിലായിക്കോട്ടെ സ്റ്റേറ്റിലായിക്കോട്ടെ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു സ്കൂൾ കൗൺസിലറുടെ, ഒരു കോളേജ് കൗൺസിലറുടെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കാഡമിക് കൗൺസിലറുടെ ഒക്കെ ഉത്തരവാദിത്ത ബോധം എന്തായിരിക്കണം, എന്തൊക്കെ റിപ്പോർട്ടുകൾ നമ്മൾ സൂക്ഷിച്ചു വെക്കണമെന്നത് ഇനിയെങ്കിലും കണ്ണു തുറന്നില്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ വെറുതെ ചിന്തിച്ച് നോക്കൂ പ്രിയപ്പെട്ട ഡിസിഷൻ മേക്കേഴ്സ് ഓഫ് ദ സ്കൂൾ, കോളേജസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നിങ്ങളുടെ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് വേദന ഉണ്ടാകുമോ?
ഉണ്ടാകുമെങ്കിൽ നിങ്ങളുടെ സംവിധാനത്തിൽ ശക്തമായ രീതിയിൽ അത് നടപ്പിലാക്കൂ. എൻ്റെ മകൻ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് വേദനയുണ്ടോ എങ്കിൽ എൻ്റെ സ്റ്റുഡൻറ്റിനുണ്ടായാൽ എനിക്ക് വേദന ഉണ്ടാകേണ്ടതല്ലേ? ഇനി എൻ്റെ നാട്ടിലുണ്ടായാൽ എനിക്ക് വേദന ഉണ്ടാകേണ്ടതല്ലേ? എനിക്കറിയുന്നൊരു കുട്ടിയായാൽ അത് മാറേണ്ടതല്ലേ? സോ എല്ലാ സ്കൂളും ടോൾ ഫ്രീ നമ്പറുകൾ കൊണ്ടുവരണം. എല്ലാ സ്കൂളും ഇത്തരം ട്രെയിനിങ് കൊണ്ടുവരണം. നമ്മൾ പൈസയൊക്കെ ഉണ്ടാക്കണം നമുക്ക് ജീവിക്കണമെങ്കിൽ. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നതിന് എനിക്കതിനായിട്ടുള്ള സജ്ജീകരണങ്ങൾ എനിക്ക് ചുറ്റും ഉണ്ടാകണമെങ്കിൽ എനിക്ക് പൈസ ഉണ്ടാകണമല്ലോ. പക്ഷേ ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യതയോടുകൂടി ചെയ്തിട്ടായിരിക്കണം നമ്മളിത് ചെയ്യേണ്ടത് എന്ന് ഗൈഡ് ലൈൻ നമ്പർ 8 കൊടുത്തിരിക്കുന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നിയത് ഇതൊക്കെ വായിച്ചിട്ട് കൂടെയാണ്. കുറേ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഞാനും ഇതിനായി, കുറേയധികം ബെഗ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേരോട് കാല് പിടിച്ചിട്ടുണ്ട്. എല്ലാവരും അതൊരു പ്രോജക്റ്റ് ഇനിസിയേഷനായിട്ട് കണ്ടിട്ടേ ഉള്ളൂ. പക്ഷേ അതൊരു പ്രോജക്റ്റിൻ്റെ ഇനിസിയേഷൻ അല്ല, മറിച്ച് ജീവൻ രക്ഷാ സംവിധാനമാണെന്ന് തിരിച്ചറിയാൻ സിസ്റ്റം ഫെയിലുവർ, സൂയിസൈഡ് ഒരു എപ്പിഡമിക് ആണെന്ന് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഇതിൽ 9ാമത്തെ ഗൈഡ് ലൈൻ, all educational institutions shall regularly organize sensitization programs, physical, offline or online, for parents and guardians on students' mental health. It shall be the duty of the institution to sensitize the program into its confidentiality and guardians to avoid placing undue academic pressure. സത്യത്തിൽ ഇത് വായിച്ചിട്ട് വളരെയധികം സന്തോഷം തോന്നി എനിക്ക്. കാരണം എനിക്ക് ഒരു ക്ലയൻ്റ് ഉണ്ട്. അവനിപ്പോൾ +1 പഠിക്കുകയാണ്. എനിക്കെൻ്റെ മകനാണവൻ, എൻ്റെ മെൻറ്റിയാണ്. അവൻ്റെ അമ്മ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു. അവൻ്റെ അച്ഛനും ചേച്ചിയും എല്ലാവരും വന്നിരുന്നു. നമ്മുടെ ഇവിടുത്തെ ഒരു സ്കൂള് തിരുവനന്തപുരം ജില്ലയിലെ ഒരു ഗവൺമെൻറ് സ്കൂളിലാണ്. അതിൽ നമുക്കങ്ങനെ എടുത്തു പറയാൻ കഴിയുന്നൊരു വിഷയമായിട്ട് എനിക്ക് തോന്നിയിരുന്നു ഇത്. പക്ഷെ അത് ഞാൻ കുറച്ചുകൂടെ അതിൻ്റെ റിസൾട്ട് എത്തിയതിന് ശേഷം പറയണം എന്ന് തന്നെ തോന്നുന്നു. ഇങ്ങനത്തെ കുട്ടികൾ നിങ്ങളുടെ വീട്ടിലും കാണാം. അതായത് നിന്നെ കണ്ടാൽ അച്ഛനും അമ്മയും സ്നേഹം തന്നു വളർത്തുന്നില്ല എന്ന് തോന്നുന്നു എന്നൊരു ടീച്ചർ. രണ്ടാമതൊരു ടീച്ചർ അമ്മയോട് ഫോണിൽ, ഇവൻ അത്യാവശ്യത്തിൽ അധികം കുസൃതിയാണ്, ക്ലാസ്സിൽ മിണ്ടാതിരിക്കില്ല, എപ്പോഴും സംസാരിക്കും, ഭയങ്കര വൈബ്രൻ്റാണ്, എപ്പോഴും അലച്ചുകൊണ്ടേയിരിക്കും. അതൊക്കെ സത്യമാണ്. പക്ഷെ സ്റ്റേറ്റ്മെൻറ്റ് ഗോസ് ലൈക്ക് ദിസ്: നിങ്ങളുടെ മകൻ PT പീരീഡ് ക്യൂവിൽ നിന്നില്ല, ഞാനെങ്ങനെ അവനെ പിടിച്ചൊന്നങ്ങ് തള്ളി, അത് മനഃപൂർവ്വമാണ് തള്ളിയത്, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളൂ. നിങ്ങൾ ഇങ്ങനെയാണോ കുട്ടികളെ വളർത്തുന്നത്? പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ മകൻ കുറേ കുട്ടികളുടെ കൂടെ കൂട്ടുണ്ട്. ആ പിള്ളേരൊക്കെ കൂള് വയ്ക്കുന്നതും കഞ്ചാവ് വയ്ക്കുന്നവരുമാണ്. ഇവൻ അങ്ങനെയൊന്നും ചെയ്യില്ല. പക്ഷെ കൂളും കഞ്ചാവും ഉണ്ടെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. കുട്ടികൾ പരസ്പരം പറയുന്നത് കേട്ടത് കൊണ്ടൊന്നും പറയാൻ പാടില്ലല്ലോ. ഞാൻ റെക്കോർഡിങ് കേട്ടതാണ്. എന്നാലും പറയുകയാണ്, നിങ്ങളുടെ മകനെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അവൻ്റെ ബാഗും അവൻ്റെ വായയും ഒക്കെ ഒന്ന് മണപ്പിച്ചേക്കുക. നമ്മൾ പറയാനുള്ളത് പറഞ്ഞു, നമ്മൾക്ക് പറയാനല്ലേ പറ്റൂ. നിങ്ങളാണല്ലോ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നവർ. ഇതൊരു ടീച്ചറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇത് ഇമോഷണൽ, ഇൻ്റലക്ച്വൽ, സോഷ്യൽ ബുള്ളിയിങ് ആണ്. ആ അമ്മ കരയാൻ തുടങ്ങി. ആരൊക്കെയോ പറഞ്ഞ് ഞങ്ങളുടെ നിലയിലേക്ക് എത്തി. എന്തു തന്നെയാണെങ്കിലും സസ്പെൻഷനിലായ കുട്ടി 3 ദിവസമായി ഹോം സ്കൂളിങ്ങിൽ ഹാപ്പി ആയിട്ടിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം പറയാതെ വയ്യ, ഈ പറയുന്ന അക്കാഡമിക് പ്രഷറിൽ കെമിസ്ട്രിക്കും ഫിസിക്സിനും മാർക്ക് കുറഞ്ഞു പോയി. ഇവനെ ഈ സ്കൂളിൽ പഠിപ്പിക്കേണ്ടതുണ്ടോ എന്ന ഒരു ചോദ്യം. 2, അമ്മ പറഞ്ഞു അവൻ്റെ ഉറ്റ കൂട്ടുകാരൻ അവൻ കണ്ടു നിൽക്കവേ മുങ്ങിത്താണ് മരിച്ചുപോയി, അതുകൊണ്ട് അവന് ട്രോമയുണ്ട്. ടീച്ചറിൻ്റെ മറുപടി, ഓ അതൊക്കെ പിള്ളേരുടെ അടവാണെന്നേ, അതൊക്കെ അങ്ങ് മാറാവുന്നതേ ഉള്ളൂ. നിങ്ങൾ അതൊക്കെ കേട്ട് പിള്ളേർക്ക് എക്സ്ക്യൂസ് കൊടുക്കാൻ പാടില്ല.
കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്ന കുട്ടികളെ ഞങ്ങളുടെ സ്കൂളിൽ കൊണ്ടുവരേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നോ എന്ന അടുത്ത വോയിസ്. വളരെ വേദന തോന്നി. കൗൺസിലിംഗ് കൊടുക്കുന്നത് തെറ്റായ കാര്യമാണോ? ഒരു കുഞ്ഞിനെ മെൻറ്റർ ചെയ്യുന്നത് ഒരു മാറാരോഗമാണോ, മനോരോഗമാണോ? അല്ലെങ്കിൽ അങ്ങനെ ആയാൽ നമ്മുടെ മകനാണെങ്കിൽ എന്തു ചെയ്യും? അപ്പോൾ ഗൈഡ് ലൈൻ നമ്പർ 9 നിങ്ങൾക്കുള്ളതാണ് പ്രിയപ്പെട്ട ടീച്ചർമാരെ. ഞാനീ പറയുന്നത് ആ ടീച്ചേഴ്സിനുള്ളതാണ്, അതുപോലെ ഒരുപാട് ടീച്ചേഴ്സിനുള്ളതാണ്, അതുപോലെ ഒരുപാട് പേർക്കുള്ളതാണ്. എനിക്കറിയാം കുട്ടികളെ മാനേജ് ചെയ്യാൻ ഒരു പരിധിവരെ ബുദ്ധിമുട്ടായിരിക്കും. എനിക്കറിയാം കുട്ടികളെ നമ്മൾക്ക് ഗൈഡ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. എനിക്കറിയാം കുട്ടികൾക്ക് ഒരുപാട് സ്വഭാവ രൂപീകരണത്തിൽ ഡിസബിലിറ്റി ഉണ്ട്, ഒരുപാട് ക്യാരക്ടർ ഡിസേബിൾഡാണ്, കോണ്ടക്റ്റ് ഡിസോർഡറാണ്. എനിക്കറിയാം. പക്ഷേ നമ്മൾ കുട്ടികളല്ലല്ലോ. അപ്പോൾ ഇത്തരം ഗൈഡ് ലൈൻ പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾ പഠിക്കുക എന്ന് കരുതി നിങ്ങൾ നല്ല മികച്ചവരായ 80% വരുന്ന ദൈവതുല്യരായ ഗുരുനാഥന്മാരോട് കയർക്കാൻ പോകരുത്. പകരം ഇത്തരത്തിലുള്ള ടീച്ചേഴ്സിനെ കണ്ടെത്തി ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ കൊടുത്ത് വായിച്ച് പഠിച്ച് അധ്യാപകരാകാനുള്ള യോഗ്യതാ മാനദണ്ഡം നേടിയെടുക്കണമെന്ന് പ്രിയപ്പെട്ട പ്രിൻസിപ്പാളും പ്രിയപ്പെട്ട സിസ്റ്റവും മുൻകരുതൽ കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ UGCക്കും ഓൾ ഇന്ത്യ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ വിങ്ങിനും അതുപോലെ CBSEക്കും NCERTക്കും എല്ലാ ഇപ്പോൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, എല്ലാ ഇടങ്ങളിലുമുള്ള അതോറിറ്റികൾക്കും അയക്കണമെന്നത് നിർബന്ധമാണ് എന്ന് ശുപാർശ ചെയ്തിരിക്കുന്നു ഗൈഡ് ലൈനിൽ. ഇനി ഇതിൽ എത്ര പേര് ഇത് അയക്കുന്നു എന്നുള്ളതും കൂടെ ചില സ്കൂളുകളോ അല്ലെങ്കിൽ ചില കൂട്ടുകാരോ ഒക്കെ വിളിച്ചിട്ട് നമ്മളോട് സർട്ടിഫിക്കറ്റ് ഒന്നും തരൂ, നമ്മൾക്ക് അഫിലിയേഷൻ അയക്കാനാണ്, അത് കഴിഞ്ഞാൽ തിരിച്ചു തരാം എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ പേരിന് വേണ്ടി ആകാതിരിക്കുക. നമ്മളിൽ നിന്നും ഒരാൾ ഇല്ലാതാകുന്നത് മനഃപൂർവ്വമായി ഇല്ലാതാകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇതിൽ ഗൈഡ് ലൈൻ നമ്പർ 11 പറയുന്നൊരു കാര്യമാണ്, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന മനസ്സിന് സന്തോഷം നൽകുന്ന കരിക്കുലർ ആക്ടിവിറ്റീസ് വേണമെന്ന്. സുംബായോ ഒക്കെ തെറി പറയുന്ന ആളുകളോട് ഞാൻ സുംബയുടെ ഒരു വീഡിയോ ചെയ്തതിൽ എനിക്ക് ഒത്തിരി റിപ്ലൈ വന്നിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ലഹരിയോ, ഇപ്പം ഞങ്ങൾ ഒരുപാട് കുട്ടികൾക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് വെറുതെ കൈക്കളികൾ, വായ്ക്കളികൾ, വെറുതെ അവരോടൊപ്പം കഥ പറഞ്ഞിരിക്കുക ഒക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. ഒരു കുട്ടിയും മൊബൈൽ ഫോൺ എടുത്ത് തലയിൽ വെച്ചിരിക്കാറില്ല ഞങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ. എന്ന് കരുതി ഒരു വീട്ടിൽ നമുക്ക് കുട്ടികളുടെ കൂടെ ഫുൾ ടൈം മൊബൈൽ വെച്ചിരിക്കാനോ കളിച്ചുകൊണ്ടിരിക്കാനോ പറ്റില്ല എന്ന് എനിക്കറിയാം. പക്ഷേ കുറച്ചൊക്കെ റിക്രിയേഷൻ ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്തണം. ഇവിടെ ക്ലോസ് നമ്പർ 11 എനിക്ക് തോന്നി നമ്മുടെ സ്കൂളുകളിലെ 10ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന്. കാരണം ക്ലാസ് 10 ഒരിക്കലും NCC ഉണ്ടാവില്ല, NSS ഉണ്ടാവില്ല, SPC ഉണ്ടാവില്ല. നിങ്ങൾക്ക് ക്ലാസ് 10 യൂത്ത് ഫെസ്റ്റിവൽ പ്രോഗ്രാം ഉണ്ടാവില്ല, കോമ്പയറിംഗ് ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളികൾ ഉണ്ടാവില്ല, PT ഉണ്ടാവില്ല. ദയവ് ചെയ്ത് കുട്ടികളോടും രക്ഷകർത്താക്കളോടും പേജ് നമ്പർ 55 സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ ഗൈഡ് ലൈൻ നമ്പർ 11 വായിച്ചിട്ട് 10ാം ക്ലാസ്സിലെ കുട്ടിക്കും കളിക്കാം, 10ാം ക്ലാസ്സിലെ കുട്ടിക്കും നീന്താം, 10ാം ക്ലാസ്സിലെ കുട്ടിക്കും 12ാം ക്ലാസ്സിലെ കുട്ടിക്കും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി നിർബന്ധമാക്കാം. അതിനുശേഷം അവർ പഠിക്കട്ടെ. പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം 10ാം ക്ലാസ് ആയതുകൊണ്ട് ഇന്നലെ എൻ്റെ അടുത്തേക്ക് വന്നൊരു കുട്ടി 10ാം ക്ലാസ് ആയതുകൊണ്ട് അവൻ്റെ സ്വിമ്മിങ് നിർത്തി, ഫുട്ബോൾ നിർത്തി, ഡ്രം നിർത്തി. വല്ലാത്ത വിഷമത്തിലാണ്. വീട്ടിൽ വളരെയധികം അറ്റാക്ക് ചെയ്യുന്നു പാരൻസിനെ. കാരണം അവൻ്റെ മനസ്സിന് സന്തോഷമില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പം നടക്കുന്നത്. സോ ഞങ്ങളതെല്ലാം റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറയുകയാണ് ചെയ്തത്. കൗൺസിലിങ്ങിൻ്റെ ആവശ്യമൊന്നും അവിടെ കുട്ടിക്ക് വേണ്ടി വന്നില്ല. സോ പ്രിയപ്പെട്ടവരെ, ഗൈഡ് ലൈൻ 11 പ്രത്യേകം ശ്രദ്ധിക്കുക. സ്കൂളുകളും ഇൻസ്റ്റിറ്റ്യൂഷൻസും രക്ഷകർത്താക്കളും എല്ലാവരും. ക്ലോസ് നമ്പർ 12 പോയാൽ
All educational institutions, including coaching centers and training institutes, shall provide regular structured career counseling. ഞങ്ങൾക്കും കരിയർ കൗൺസിലിങ്ങിൻ്റെ സൈക്കോമെട്രിക് ക്ലാസ്സുകളുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് റിയാസക് എന്നൊരു മോഡലാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ക്ലാസ് ഞങ്ങൾക്ക് ഏതാണ്ട് 2000-ഓളം കുട്ടികൾക്ക് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓരോ കുട്ടികൾക്കും ഓരോ ലൈഫ് കാർഡ് കൊടുത്തിട്ടുണ്ട്. ഇത് സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിൽ കുട്ടിക്ക് ഇത് കൊടുക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ആദ്യത്തെ ചോദ്യം ഇതിന് എത്ര രൂപയാകുമെന്നാണ്. രണ്ടാമത്തെ ചോദ്യം ഇതൊക്കെ കൊടുത്തിട്ട് എന്താണ്, പിള്ളേരെല്ലാം എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ ചോദ്യം കരിയർ ക്ലാസ് മതി, നമുക്ക് ഒരു 45 മിനിറ്റ് ക്ലാസ് മതി സലീന, ഇതിൻ്റെ ഒന്നും ആവശ്യം ഈ പിള്ളേർക്കില്ല എന്നതാണ്. ഞാൻ മുഴുവൻ ഓപ്പോസിറ്റ് ഓർ നെഗറ്റീവ് അല്ല പറയുന്നത്, എൻ്റെ അനുഭവങ്ങളാണ്. സോ ദയവ് ചെയ്തിട്ട്, എന്നാൽ നേരെ മറിച്ചിട്ട് ഞങ്ങളെ പല സ്കൂളുകളും ഇത് നന്നായി ചെയ്യാൻ അതോറിറ്റി സമ്മതിക്കാതെ മാനേജേഴ്സ് ഇനിഷ്യേറ്റ് ചെയ്ത സ്കൂളുകളും 2 3 ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എടുത്തു പറയട്ടെ നിങ്ങളോട്, കരിയർ കൗൺസിലിംഗ് നിർബന്ധമാക്കണം. കാരണം എല്ലാവരും എൻജിനീയേഴ്സ് ആവില്ല, എല്ലാവരും ഡോക്ടേഴ്സ് ആവില്ല, എല്ലാവരും വക്കീലന്മാരാവുന്നില്ല. നമ്മൾക്ക് ഇഷ്ടമുള്ള പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കരിയർ തിരഞ്ഞെടുക്കത്തില്ല എങ്കിൽ വർക്ക് ലൈഫ് സ്ട്രെസ്സ് വളരെയധികം കൂടുതലായിരിക്കും. ഇന്നും ഞാൻ IMGയിൽ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ എന്നോട് വന്ന വെറ്റിനറി ഡോക്ടേഴ്സിൽ പലരും പറഞ്ഞിരുന്നു എന്നോട് വർക്ക് ലൈഫ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം അത്രമേൽ സ്ട്രഗിൾഡാണ് ഞങ്ങൾ. ഒരുപാട് പേര് ഉടനെ തന്നെ നെഞ്ചു പൊട്ടി വീണ് മരിക്കുകയാണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ കാണുന്നുണ്ട്. ഇത് സ്ട്രെസ്സ് കൂടിയിട്ടാണെന്നും കൂടെ മനസ്സിലാക്കുക. അത് മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും അതും കൂടെയാണെന്ന് മനസ്സിലാക്കുക. സോ കുട്ടികൾക്ക് ചേരുന്ന കരിയറാണോ +1 +2 കഴിഞ്ഞ് എടുക്കുന്നത് എന്നത് 1 2 3 മണിക്കൂറിൽ കൊടുക്കേണ്ടതല്ല. നിരന്തരമായി അവർക്ക് ഓരോ ചോയ്സും കൊടുത്ത്, ചാൻസസ് കൊടുത്ത്, അവർക്ക് വീണ്ടും വീണ്ടും കൊടുത്ത് ചെയ്യേണ്ടുന്നതാണ്. വിദഗ്ധ സമിതിയെ കൊണ്ട് തന്നെ സൈക്കോമെട്രിക് ടെസ്റ്റുകൾ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ഗൂഗിളിലും ChatGPTയിലുമുള്ള കരിയർ ഗൈഡൻസ് കൗൺസിലിംഗ് അല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്. കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി, ആ സ്കൂളിൻ്റെ സ്വഭാവം മനസ്സിലാക്കി, ഓരോ രീതികൾ മനസ്സിലാക്കി, കുട്ടികളുടെ ഒരുപാട് ഫാക്ടേഴ്സ് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ഫെസിലിറ്റി. ഈവൻ ജിയോഗ്രഫി പോലും ഒരു വലിയ ഫാക്ടറാണ്. ചില സ്ഥലങ്ങളിൽ PSC മാത്രം പഠിക്കാൻ പറയും, ചില സ്ഥലങ്ങളിൽ എൻജിനീയർ, അർബൻ, സെമി അർബൻ, വില്ലേജ്, ഓരോ സ്ഥലങ്ങളിലും ഓരോ ക്യാരക്ടേഴ്സ് കുട്ടികൾക്ക് കരിയറിൽ ഡെവലപ്പ് ചെയ്തെടുക്കാറുണ്ട്. അത്തരം കാര്യങ്ങളും കൂടെ പരിഗണിച്ചു കൊണ്ടായിരിക്കണം കുട്ടികൾക്ക് അത് കൊടുക്കാനുള്ളത്. അതുപോലെ തന്നെയാണ് 12ാമത്തെ ക്ലാസ്. അത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ക്ലാസ്സാണ്. ഇവിടെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ മദ്യപിക്കുന്നതിനിടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു കുട്ടി മറ്റൊരു കുട്ടിയെ അടിച്ചു കൊന്നു. നിങ്ങളും ഞാനും ഒക്കെ വായിച്ചതാണ്. റെസിഡൻഷ്യൽ കോച്ചിങ് സെൻറ്ററുകളുടെ കേസ് സ്റ്റഡി വന്നപ്പോൾ ഇവിടുത്തെ വളരെ മികച്ച കോച്ചിങ് സെൻറ്ററുകളിലേക്ക് ഞാൻ വിളിച്ചിട്ട് സാർ ഇങ്ങനെയാണ് കാര്യം, പ്രശ്നമുണ്ട്, നമ്മുടെ റെസിഡൻഷ്യൽ സെറ്റിങ്സിൽ ഇങ്ങനെ വിഷയമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി എൻ്റെ സെൻറ്ററിൽ വന്നിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് കടപ്പാടുള്ളതുകൊണ്ടും നിങ്ങൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ, ബുദ്ധിമുട്ടുകളെല്ലാം നിങ്ങളുടെ പല വീഡിയോയിലൂടെ കണ്ടതുകൊണ്ടും ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾ സത്യസന്ധനായ ഒരു സ്ഥാപനം നടത്തുന്ന വ്യക്തിയാണ് എന്ന്. നിങ്ങളിതൊന്ന് പരിഗണിക്കണം. നിങ്ങളുടെ അവിടെ നിന്ന് വന്ന കുട്ടി ആത്മഹത്യ 2 തവണ ഇൻറ്റൻഷൻ കാണിച്ചിരിക്കുന്നു. ഒരു തവണ ഫെനോൾ കുടിച്ചിട്ടുണ്ട്, മറുതവണ ടാബ്ലറ്റ്സ് കഴിച്ചിട്ടുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾ മുഖവിലക്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ കോച്ചിങ് സെൻറ്ററിലെ അതിമിടുക്കിയായ സെൻറ്റർ ഹെഡ് പറഞ്ഞത്, ഇത് ഞാൻ നല്ല പനിയിലാണ്, എനിക്കിപ്പോൾ കുറച്ച് തിരക്കുണ്ട്, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നേരിട്ട് വന്നു സംസാരിക്കാനാണ്. കുട്ടി ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത സമയത്താണ് ഞാൻ അവരെ വിളിക്കുന്നത്. ഇതായിരുന്നു എനിക്ക് കിട്ടിയ ഒരനുഭവം. മറ്റൊരനുഭവം, ഞാൻ അതേ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ വളരെ മികച്ചവരായ മുതിർന്ന ആളുകളെ എല്ലാവരെയും ഏതാണ്ട് 18ഓളം കോളുകൾ, ഇതൊരു ആപ്പ് ആയതുകൊണ്ട് നമുക്ക് ആളുകളെ കിട്ടാറില്ല, എങ്കിലും ഇൻസ്റ്റഗ്രാം, സോഷ്യൽ മീഡിയ ഒക്കെ തിരഞ്ഞ് ഞാൻ അതിൻ്റെ കൺസേൺഡ് ആളിലേക്ക് എത്തി. അദ്ദേഹം നല്ലവണ്ണം കോപ്പറേറ്റ് ചെയ്തു. പക്ഷേ ഞാൻ ഈ വിളിച്ചു പറഞ്ഞ ഏത് സെൻറ്ററിൽ നിന്നാണ് ഒരു കുട്ടി ആത്മഹത്യാ പ്രവണത കാണിച്ച് ഈ ടോയ്ലറ്റ് ക്ലീനർ കുടിച്ച് ഹോസ്പിറ്റലൈസ് ചെയ്തത്,
അവിടെ കേസ് എടുക്കാതിരിക്കാൻ, ഒതുക്കി തീർക്കാൻ കോൾ പോകുന്ന ആളുകളെയും ഞാൻ കണ്ടു. ഇതും കുറ്റകരമാണ് എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻ 14 പറയുന്നു. എന്ന് പറയുമ്പോൾ ഇത്തരം ക്രിമിനൽ ഒഫൻസുകൾ മറച്ചു വെക്കുന്നതും തെറ്റാണ് എന്ന് ഈ പറയുന്ന ഗൈഡ് ലൈൻ ആകാശ് ബൈജൂസ് വിശാഖപട്ടണത്ത് ഒരു കുട്ടി സൂയിസൈഡ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ഗൈഡ് ലൈനാണ്. പത്രങ്ങളിലൊക്കെ വന്നൊരു വാർത്ത തന്നെയാണിത്. അതിനോടനുബന്ധിച്ചിട്ടുണ്ടാകുന്ന കാര്യങ്ങളെയും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കോച്ചിങ് സെൻറ്ററുകളിലെല്ലാം തന്നെ വളരെ മെൻറ്റേഴ്സ് ഉണ്ട്, കൗൺസിലേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ഇവരൊക്കെ ഇടയും ശ്രദ്ധ ഒരു 300-400 കുട്ടികളിലേക്ക് പോകണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് 100 കുട്ടികൾക്ക് ഒരു കൗൺസിലർ പ്രൊഫഷണലി ട്രെയിൻഡ് ആയിരിക്കണമെന്ന് പറയുന്നത്. സാധാരണ ഇത്തരം കോച്ചിങ് സെൻറ്ററുകളിലേക്ക് കൗൺസിലർ എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റുന്ന യങ് ആയിട്ടുള്ള ആളുകളാണ്. അവരൊരിക്കലും സൈക്കോളജിയിൽ അതീവ മിടുക്കരായ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാകണമെന്നില്ല. അങ്ങനെ ആണോ വേണ്ടയോ എന്ന് ഈ സ്റ്റേറ്റാണ്, സിസ്റ്റമാണ് തീരുമാനിക്കാനുള്ളത്. അപ്പോൾ സൂപ്പർവിഷനും മോണിറ്ററിങ്ങും ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ ഇനി എന്തൊക്കെ നിയമങ്ങൾ വന്നാലും നടപ്പിലാക്കാൻ കഴിയുന്നത് എന്നുകൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ 15ാമത്തെയും അവസാനത്തേതുമായിട്ടുള്ള ഒരു ഗൈഡ് ലൈനിൽ പറഞ്ഞിരിക്കുന്നുണ്ട്, all coaching hubs including but not limited to Jaipur, Kota, Sikar, Chennai, Hyderabad, Delhi, Mumbai and other cities where students migrate in larger numbers from other district of or state of India. അപ്പോൾ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്ന ഇപ്പോൾ കൊച്ചി, ട്രിവാൻഡ്രം, എറണാകുളം തുടങ്ങി മെട്രോപൊളിറ്റൻ സിറ്റിയിലേക്ക് കോച്ചിങ് സെൻറ്റേഴ്സ് ഹബ് ചെയ്തിരിക്കുമ്പോൾ അവിടേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന കുട്ടികൾ കൂടുതലുള്ള സ്ഥലത്തും വളരെ പ്രത്യേകിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ, ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ബോഡി, മാനേജ്മെൻറ്റ് ബോഡി തുടങ്ങിയത് കൃത്യമായ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അക്കാഡമിക് പ്ലാനിലൂടെയും കൃത്യമായ സൈക്കോളജിക്കൽ സപ്പോർട്ടും കൊടുക്കുന്നു എന്നത് ഡിസ്ട്രിക്റ്റിൻ്റെയും സ്റ്റേറ്റിൻ്റെയും ചുമതലയാകണം എന്നും 15ാമതായി പറഞ്ഞു വെക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളീ പറഞ്ഞതുപോലെ നോ സ്മോക്കിംഗ് ഏരിയ, ഡോണ്ട് സ്പിറ്റ് ഹിയർ എന്നൊക്കെ എഴുതി വയ്ക്കുന്നതിനോ നിയമത്തിനോ ഒന്നും തന്നെ കുറവുകളില്ല. പക്ഷേ ബഹുമാനപ്പെട്ട സുപ്രീം കോർട്ടിൻ്റെ ഈ ഒരു വലിയ ക്രിമിനൽ അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ സുഖ്ദേവ് സഹായും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് ചേർന്ന് നടത്തിയ ഈ ജഡ്ജ്മെൻറ്റിൽ എനിക്ക് വളരെയധികം വിശ്വാസമുണ്ട്. കാരണം 17 വയസ്സുള്ള ഒരു കുട്ടിയുടെ മരണത്തിൽ നിന്നുണ്ടായ ഒരു നിയമമാണിത്. ഇത് എല്ലാ പാരൻസും മനസ്സിലാക്കുകയും അതത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് നമ്മുടെ കുട്ടികളുടെ ഉന്നമനത്തിനായുള്ള സപ്പോർട്ടിംഗ് ഫാക്ടർ ഉണ്ടോ എന്ന് ചിന്തിക്കുകയും വേണം. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോട് സൈക്കോളജി ഡിഗ്രി കഴിഞ്ഞ് പ്രൊവിഷണൽ കിട്ടി മാർക്ക് ലിസ്റ്റോ സർട്ടിഫിക്കറ്റോ കിട്ടാതെ ഇൻസ്റ്റഗ്രാമിലൂടെ ഒരുപാട് അവയർനെസ് ട്രെയിനിങ്ങുകളും ChatGPTയുടെ കൊട്ടേഷൻസും ഒക്കെ കൊടുത്തുകൊണ്ട് വളരെ ഫ്രഷേഴ്സായിട്ടുള്ള കുട്ടികളും കൗൺസിലിംഗ് ഹബ്ബുകൾ ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എവിടെയാണോ പോകുന്നത് ആ വ്യക്തിയുടെ കൃത്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻസും മാനദണ്ഡങ്ങളും നിങ്ങൾ പഠിച്ചിരിക്കണം, അത് വ്യക്തമാക്കിയിരിക്കണം. ഒരുപാട് പേര് തെറ്റിദ്ധരിക്കപ്പെട്ടും ഒരുപാട് പേര് പല സ്ഥലങ്ങളിലേക്ക് മാറപ്പെട്ടും പോകുന്നുണ്ട്. അതിൽ സ്കൂൾ അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുത്താൽ മാത്രമാണ് അത് സ്കൂൾ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുമ്പോഴാണ് അത് പാരൻസിലേക്ക് അവയർനെസ് ആയിട്ട് എത്തുന്നത്. സോ നമ്മൾ ഫ്രം ദ സ്ക്രാച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് സാരം. കേട്ടിരുന്നവർക്ക് ഒരുപാട് സ്നേഹം. സോ തികച്ചും ഞാൻ വീണ്ടും എമിലി റൂസോയുടെ ഓൺ എഡ്യൂക്കേഷൻ എന്ന പുസ്തകത്തിലേക്ക് പോകുന്നു. വിദ്യാഭ്യാസം എന്നുള്ളത് നന്നായി സന്തോഷിക്കേണ്ടത് എങ്ങനെയെന്നതായിരിക്കാം. വിദ്യാഭ്യാസം എന്നുള്ളത്
മറക്കാനുള്ള ട്രെയിനിങ് ആകാം. വിദ്യാഭ്യാസം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മരുന്നായി മാറാൻ, മറ്റുള്ളവന് മരുന്നായി മാറാൻ ഉള്ള ട്രെയിനിങ് ആകാം. വിദ്യാഭ്യാസം എന്നത് കേൾക്കാനുള്ള ട്രെയിനിങ് ആകാം. വിദ്യാഭ്യാസം എന്നത് കേൾപ്പിക്കാനുള്ള ട്രെയിനിങ് ആകാം. വിദ്യാഭ്യാസം എന്നത് കരയുമ്പോൾ കൂടെ കരയാനും ആശ്വസിപ്പിക്കാനുമുള്ള ട്രെയിനിങ് ആകാം. വിദ്യാഭ്യാസം എന്നത് അങ്ങകലെ ഒരുപാട് ദൂരെ പട്ടിണി കൊണ്ട് എല്ലും തോലുമായി മരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഇങ്ങകലെ കണ്ണുനീര് കൊണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്ന മനസ്സാക്കുന്ന കുട്ടികളെ ഉണ്ടാക്കുന്നതാകാം. വിദ്യാഭ്യാസം എന്നത് സമൂഹത്തിനെതിരെ നടക്കുന്ന പ്രശ്നങ്ങളെ പഠിക്കുന്നതാകാം. വിദ്യാഭ്യാസം എന്നത് നല്ല ഭക്ഷണം നമ്മൾ കഴിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ കഴിപ്പിക്കുന്നത്, ചിന്തിപ്പിക്കുന്നതാകാം. വിദ്യാഭ്യാസം എന്നത് നല്ല മഴ കൺകുളിർക്കെ ആസ്വദിക്കാനുള്ള ഈസ്തറ്റിക് സെൻസ് പഠിപ്പിക്കുന്നതാകാം. വിദ്യാഭ്യാസം എന്നത് മേഘങ്ങൾ ഓടുന്നത് പോലെ പവിത്രമായ ഓട്ടപ്രദക്ഷിണമാകാം. വിദ്യാഭ്യാസം എന്നത് കടൽ പോലെ വിശാലമായ ചിന്തകളുള്ള വായിക്കുന്ന കുട്ടികളെ ഉണ്ടാക്കുന്നതാകാം. വിദ്യാഭ്യാസം എന്നത് ഈ മഹത്തായ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിനെ കൃത്യമായി കാത്തു സൂക്ഷിക്കേണ്ടുന്ന നന്മകൾ പഠിപ്പിക്കുന്നതാകാം. വിദ്യാഭ്യാസം എന്നത് ജാതിയും മതവും പരിഷ്കരണങ്ങളും മാറ്റി നിർത്തപ്പെട്ട കുറേ മനുഷ്യർക്ക് താങ്ങും തണലുമാകുന്നതാകാം. വിദ്യാഭ്യാസം എന്നത് മുസ്ലിം പെൺകുട്ടികളെ വിവാഹം കഴിച്ചാൽ 5 ലക്ഷം രൂപ തരാമെന്ന് പറയുന്ന നേതാക്കൾ ഉണ്ടാകുന്നത് തിരിച്ചറിയേണ്ടുന്നതിൻ്റെ ബോധം കൊടുക്കുന്നതാകാം. വിദ്യാഭ്യാസം എന്നത് ജാതിയും മതത്തിനെയും കീറിമുറിക്കാതെ നമ്മളൊന്ന് എന്ന യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി പഠിപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യം പഠിപ്പിക്കുന്നതാകാം. വിദ്യാഭ്യാസം എന്നത് ഈ മഹാരാജ്യത്തിൻ്റെ മഹാസംവിധാനങ്ങളെ, കുലത്തിനെ, അതിൻ്റെ സംസ്കാരത്തിനെ, അതിൻ്റെ സങ്കീർണതയെ പഠിച്ചു മനസ്സിലാക്കി വിശാലമായി ചിന്തിക്കുന്ന വൻമരങ്ങളെ ഉണ്ടാക്കുന്നതായി മാറ്റാം. വിദ്യാഭ്യാസം എന്നത് മലയാളവും കണക്കും സയൻസും സാമൂഹ്യ പാഠവും ഒപ്പം തന്നെ സഹിഷ്ണുതയും സ്നേഹവും നന്മയും ദാരിദ്ര്യവും സമ്പത്തും ഒക്കെ പഠിപ്പിക്കുന്നതാകാം. വിദ്യാഭ്യാസം എന്നത് ഭക്ഷണം കഴിക്കാതെ മരണപ്പെട്ടു പോകുന്ന, നമുക്ക് ചുറ്റുമുള്ള വീടില്ലാതെ കൂടില്ലാതെ നനഞ്ഞൊലിച്ച് നടക്കുന്ന, വെയിൽ കൊണ്ട് നടക്കുന്ന സാധാരണക്കാർക്കായി സ്റ്റാറ്റസ് കണ്ടിട്ട് ഗൂഗിൾ പേ ചെയ്യാത്ത ഒരു സമൂഹം ഉണ്ടാകേണ്ടുന്നതിലേക്ക് വളർത്തുന്നതാകാം. അത്തരത്തിൽ റൂസോ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസത്തിന് പല പങ്ക്തികളുണ്ട് നമുക്ക്. അതൊക്കെ വളരെ വലുതായതിനു ശേഷം പഠിക്കേണ്ടി വരുന്നത് അബദ്ധമാണ്. കുട്ടിക്കാലത്തെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിലേക്ക് നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരുമിച്ച് കൂടാൻ 2023 ജൂലൈ 14 മരണപ്പെട്ടുപോയ ഈ കുഞ്ഞൊരു കാരണമാവുമെങ്കിൽ ഏറ്റവും ഒടുവിൽ 16ാമത്തെ നിലയിൽ നിന്നും താഴെച്ചാടി മരിച്ച ഞങ്ങളുടെ പൊന്നുമോൻ ഉൾപ്പെടുന്ന ഒരു സമൂഹത്തിൽ വരെ വന്നെത്തി നിൽക്കുമ്പോൾ ഇനി ആരും മരിക്കാതിരിക്കാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മളിൽ തന്നെ ഒരു സൂയിസൈഡ് പ്രിവെൻഷൻ ഉണ്ടാക്കിയെടുക്കാം. നമ്മളെപ്പോഴും പറയാറുള്ള പോലെ അമ്മത്തൊട്ടിൽ ഒന്നാകാതെ എല്ലാ വീടുകളുടെയും ഫ്രണ്ടിലും ഒരു അമ്മത്തൊട്ടിലുണ്ടായാൽ അനാഥരുണ്ടാകാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാമെന്ന് പറയുന്നത് പോലെ തന്നെ എൻ്റെ വീട്ടിൽ ആരും ആത്മഹത്യ ചെയ്യില്ല എന്ന് ഞാൻ ഉറപ്പാക്കുന്നത് പോലെ നമ്മുടെ വീടുകളിൽ നമുക്കെല്ലാവർക്കും ഉറപ്പാക്കാൻ ഇത്തരം നിയമങ്ങൾ നമ്മളെ പഠിപ്പിക്കട്ടെ. നിള ഒപ്പമുണ്ട്, അരികിലുണ്ട്, കൂടെയുണ്ട്. താങ്ക് യു.